കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ കൊട്ടാരക്കരയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്ത തോമാച്ചായൻ തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ചില ദിവസങ്ങൾ ദൈവസന്നിധി ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുവാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് നേരിടേണ്ടി വരുന്ന പോരാട്ടങ്ങളും അനന്തരഫലങ്ങളും വിക്ടറി ഹാർവെസ്റ്റേഴ്സ് ഒരു ദൃശ്യാവിഷ്കാരത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരംഭിക്കട്ടെ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ഇന്നും നിന്റെ സന്നിധിയിൽ കർത്താവെ കൂടി വരുവാൻ നീ കൃപ തന്നല്ലോ. ശാരീരിക വേദന എന്നാലും 2 ദിവസം ഉപവാസത്തിൽ ഇരുന്നപ്പോൾ അതിന്റെ ഒരു അനുഗ്രഹം ഒന്ന് വേറെ തന്നെയാണ്. ഈ അന്നനെ കാണുന്നില്ലല്ലോ. ജോലി ഒരു കൂട്ടായ്മയിലൊന്നും ഇരിക്കാനോ അല്പസമയം ഇരിക്കുവാനൊന്നും സമയമില്ല. എന്താ ചെയ്യാനാ? ബാക്കിയുള്ളവനിരുന്ന പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം നടക്കുന്നു. ഹല്ലേലൂയ. ഇനിയും വരാനാണ് താമസിക്കുവാണോ? ജോലി തിരക്കാണോ? ഒന്ന് വിളിച്ചേക്കാം. ഇത്ര വലിയ തിരക്കോ? ദൈവമേ, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമോ? കൊട്ടാരക്കരയിലായിരുന്നെങ്കിലും എന്തൊരു കൃപയായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയിൽ പോവാനും സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവാനും എല്ലാത്തിനും താല്പര്യവും ഉണ്ടായിരുന്നു, സമയവും ഉണ്ടായിരുന്നു. ഈ ദേശത്ത് വന്ന് കുറ്റം പറയുകയല്ല കേട്ടോ, ഈ ദേശത്ത് വന്നതിന് ശേഷം ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവർക്കും ഒക്കെ തിരക്കാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം അത് പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് കൊട്ടാരത്തിലെ പോണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഈ അന്നാമ്മയുടെ കാര്യം കൊണ്ട് എന്താ ചെയ്യാൻ? ഹലോ, എന്താ അച്ചായ? നീ എവിടെയായത്? മണി 10 അച്ചായ, ഒന്നും പറയണ്ട ഇന്നത്തെ കാര്യം. എന്താ പറ്റാമേ? ജോലിയിൽ 2 നേഴ്സുമാർ താമസിച്ചേ വരികയുള്ളൂ എന്ന്. അതുകൊണ്ട് എനിക്ക് 2-3 മണിക്കൂർ നിൽക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിലും ഡബിള് കിട്ടുന്നതല്ലേ, നിൽക്കാമെന്ന് കരുതി. എന്നാലും എന്റെ അന്നാമേ, നമ്മൾ കഴിഞ്ഞ 2 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നുള്ള കാര്യം നീ മറന്നുപോയോ? അതെനിക്കറിയാം അച്ചായ, പക്ഷേ എന്തു ചെയ്യാനാ? അച്ചായൻ ഇരുന്നോ, ഞാൻ ഉടനെ എത്തിക്കോളാം. എന്റെ പൊന്നന്നാമേ, നീ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കൃപയും നീ കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എത്തിയേക്കണം കേട്ടോ. അയ്യോ അച്ചായ, നമ്മുടെ വിഷയങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ എനിക്ക് ആ വിഷയങ്ങളെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ വീടിന്റെ കാര്യം കൂടി. ആ കാര്യം ഞാൻ ഏറ്റേ ഒന്നുകൊണ്ട് പഠിക്കണം. പിന്നെ വഴിയിൽ അവിടെ ഇവിടെ പോയി നോക്കിയിരിക്കാതെ പെട്ടെന്ന് എത്തിയേക്കണം. ഓക്കെ അച്ചായ. നിന്റെ വീട്ടിൽ ഇരിക്കുക. കർത്താവെ, സഭയുടെ പല പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, കുടുംബത്തിലെ പല കാര്യങ്ങളുണ്ട്. എന്റെ കർത്താവെ, നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൃപ കർത്താവെ, നിന്റെ സാന്നിധ്യം ഈ ഭവനത്തിലേക്ക് വരണം. ഹല്ലേലൂയ, സ്തോത്രം. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ. ദൈവമേ, ഒന്ന് തീ കത്തി വന്നതാ. ഉടനെ അതിനിടയ്ക്ക് ആരൊക്കെയോ ശല്യപ്പെടുത്താൻ വരുന്നു. ഒരുപാട് ക്ഷീണങ്ങളും പ്രയാസങ്ങളും അതിന്റെ വെട്ടത്തില് ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചതാ. പിന്നെ ഈ കൊട്ടാരക്കലെ കാര്യം പറയണോ? ഞാൻ എല്ലാവർക്കും പരാതി നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു. എന്റെ യോസേ, ഈ കൊട്ടാരക്കലയിൽ ഒരു അനുഗ്രഹം, ഒരു കൂട്ടായ്മ. ആരെടുത്ത് പറയാനോ? ദൈവജനങ്ങളെ കാണണ്ടേ, കേൾക്കണ്ടേ? ഒരു കാര്യമില്ല. ഞാൻ രാവിലെ വന്നതേ ഒരു വീടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എല്ലാം ഉണ്ടായി. കാരണം നിങ്ങൾ എല്ലാരും ഓരോന്ന് പറഞ്ഞിട്ടും പോയി ആൾക്കാരെ എല്ലാം പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി അച്ഛനോട് ഞാൻ അങ്ങനെ ചെയ്യും. അച്ഛൻ നമ്മള് കാണാൻ പോവല്ലേ, അങ്ങോട്ട് പോവാ. ഇപ്പൊ വിളിച്ചോളാം. അറിയാമല്ലോ, പേടിപ്പിച്ചു കാണുന്നു. രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനൊക്കെ കാര്യം പൈസ വേണം, വേണം, എല്ലാ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആത്മീയമായിട്ട് മുന്നേറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് പ്രാർത്ഥിക്കുമല്ലേ, അമ്മ ചെയ്യട്ടെ. നമുക്ക് വലിയ വീടൊക്കെ വാങ്ങിക്കട്ടെ. ശരി തന്നെയാണ്. ജോസേ,
നമുക്ക് ഇന്ന് പോയി കണ്ടാലും ഇവിടെ സാധനം കാണാൻ പറ്റുമോ? പിന്നെ ഞാനത് ഇന്നിപ്പോ മാർക്കറ്റിൽ വന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തോണ്ട് പോരുന്നത്. നമുക്ക് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 2 ബെഡ്റൂം അതെങ്കിലും മിനിമം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹാളിന്റെ കാര്യം എനിക്കത് നിർബന്ധമാണ്. ആദ്യം നോക്കുന്ന പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ ഒരു കൺവെൻഷൻ നടത്താനുള്ള സ്ഥലമുണ്ട്. അത്രയ്ക്ക് വലിയൊരു ഹോളാണ്. അച്ഛന് വേണ്ടി നോക്കുമ്പോ ആദ്യം അതല്ലേ ജോസേ, നമുക്ക് കണ്ട് ഞാൻ അതിനല്ലേ വിളിച്ചോണ്ട് പോവാൻ വന്നത് അച്ഛ. പിന്നെ ജോസേ, എന്താ അച്ഛൻ? അതെ, ഞാൻ 3 ദിവസമാണ് ഉപവാസത്തിൽ. അതുമല്ല നമ്മളെ നമുക്ക് ഒരുമിച്ച് വൈകുന്നേരം പോകുന്നതിലെ കുറച്ച് ഭംഗി. അപ്പൊ കാരണം കുടുംബത്തിന്റെ പ്രശ്നമാകുമ്പോ നമുക്ക് ഒരുമിച്ച് വന്ന് പോവാൻ എനിക്ക് മനസ്സിലായി. അത് നമുക്ക് വൈകുന്നേരം അല്ലാത്തോടെ വൈകുന്നേരം നിർബന്ധമായിട്ട് എന്റെ ജോസെ ഞാൻ പറഞ്ഞതാ. ജോസ് കാര്യം ഈ ബ്രോക്കറെ ജോസ് വിളിച്ച് കാര്യം കൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്റെ പേര് കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ പോവും, അത് കാണും. തീർച്ചയായും വേറെ ഒന്നുമല്ല, ഞാൻ ഉപവാസത്തില്ല ആയതുകൊണ്ടാണ്. തീർച്ചയായും അല്പസമയം ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ഭവനത്തിന്റെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, ഇല്ല ഇല്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം. ദൈവമേ, കർത്താവേ, പോരാട്ടങ്ങളുണ്ട്. ദൈവമേ, അതൊക്കെ മാറി കിട്ടണം. അതെല്ലാം മാറി കിട്ടണം. വീണ്ടും ഞാൻ ഇരിക്കുകയാണ് എന്റെ കർത്താവ്. ആത്മനദി എന്നിലെ ഒഴുക്കുവാനായി അവരോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലെ ഒഴുക്കുവാനോ. ഇത് എന്തോ ഒരു പോരാട്ടം എന്റെ കർത്താവേ. കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്താ പറയാനാ എന്റെ ലിസിയെ, ഇങ്ങനെയൊക്കെ പോകുന്നു. അവിടെ ഇങ്ങനെ മേടിച്ചാലോ? എന്തൊക്കെയുണ്ട്? ഒന്നും പറയണ്ട അച്ഛാ, ഇന്നാണ് ഇവിടുത്തെ ബ്ലാക്ക് ഫ്രൈഡേ. ഭയങ്കര സെയിൽ നടക്കുന്ന സമയം. എന്റെ ദൈവമേ, ബ്ലാക്ക് ഫ്രൈഡേ! അച്ഛൻ അറിയത്തില്ലേ? അയ്യോ അച്ഛായ, ഇന്ന് എല്ലാ സാധനങ്ങൾക്കും 75% ഓഫാണ്. എന്റെ ദൈവമേ, 75%! ഇത് അമേരിക്ക മാത്രമേ ഉള്ളൂ. അല്ല അച്ഛായ, അത് കൂടാതെ buy one get one free. Buy one get one free. Buy one get one free. അത് കൊള്ളാം എന്റെ ലിസി. നീ വന്ന ദിവസം എന്തോനും കൊള്ളാം കേട്ടോ. നമുക്ക് ഇന്ന് എനിക്ക് ഒരു TV എടുക്കണം. അതിന്റെ കൂടെ ഒരു റെഫ്രിജറേറ്റർ പോലെ തന്നെ. അയ്യോ അച്ഛൻ എന്തുവാ പറയുന്നത്? ഒരു TV മേടിച്ചാൽ ഒരു TV ഫ്രീ. അങ്ങനെ പറ്റും. എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ ലിസിയെ, നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെ സഭായോഗത്തിനൊന്നും കാണാതെ എന്തത്ര തിരക്കായിരുന്നു? കഴിഞ്ഞ ആഴ്ചയിലോ ഒന്നും പറയണ്ട തോമാച്ചായ. ആ കുട്ടിച്ചായനുണ്ടല്ലോ, അവരുടെ കുടുംബമായിട്ട് ഫിലഡൽഫിയിൽ പോരുന്നു. അവർക്കാണെങ്കിൽ ഡിസ്നി ലാൻഡിലും ബുഷ് ഗാർഡനിലും അവർ 3-4 മാസം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. എന്റെ ലിസിയെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര തിരക്കേറിയാണെന്നുണ്ടെങ്കിലും എത്ര വിരുന്നുകാർ വരുവാന്നുണ്ടെങ്കിലും ഈ ഞായറാഴ്ച ദിവസം ഈ മുടക്കി എങ്ങും പോകാൻ ശ്രമിക്കരുത്. ആരാധന എന്ന് പറഞ്ഞാൽ ലിസിക്ക് അറിയാം കൊട്ടാരത്തിലെ കാര്യം എന്തൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല ലിസിയെ. അതേപോലെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നിനും സമയമില്ല ലിസി. കൊട്ടാരക്കരയിലെ കാര്യോ? അയ്യോ, ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കൊട്ടാരക്കരയിലെ കാര്യം അച്ഛൻ വന്നേ, ഞാൻ പറയാം. കൊട്ടാരക്കരെ കുന്നത്തെ ബേബിച്ചാന്റെ പറയണ്ട, കല്യാണം കഴിച്ച എല്ലാം കാര്യങ്ങളും അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അച്ഛനൊന്നും അറിഞ്ഞില്ലേ? നമ്മളൊന്നും അറിഞ്ഞില്ല. എന്റെ ലിസിയെ അയ്യോ, ഇത് അറിയാനാണ് പാട്. അയ്യോ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, ഓർക്കുട്ട്, സ്കൈപ്പ് ഇതെല്ലാം ഇല്ലയോ? പിന്നെന്താ അച്ചായ അറിയാൻ താമസം? അറിയാമോ, നമ്മൾ അത്യാവശ്യത്തിന് ഒന്ന് വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ തന്നെ അവിടെ ആരും അവർക്ക് സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല. പിന്നെ ലിസി, ഈ സെയിലിന്റെ കാര്യം എങ്ങനെ പോകുന്നു? അത് അന്നമ്മയുടെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഒന്ന് പെട്ടെന്ന് റെഡിയായി വന്നേ. നമുക്ക് പോകുന്ന വഴിയിൽ അന്നമാമയെ വിളിച്ചോണ്ട് അങ്ങ് പോകാം. അന്നമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അവളില്ലാതെ പോകുന്നത് ശരിയുള്ള കാര്യം. നമ്മള് പോയി ഒരു സാധനം കണ്ട് മേടിച്ച് അവർക്ക് ഇഷ്ടപ്പെടുത്തൽ ആകെ പ്രശ്നമോ? അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. പിന്നെ അതൊരു കാര്യം
പോകുന്ന വഴിക്ക് ലിസി ഈ അന്നമ്മയെ വിളിച്ചിട്ട് നിങ്ങൾ മേടിക്കുകയോ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാ. എനിക്കാണെങ്കിൽ പിള്ളേരെ പിയാനോയ്ക്ക് കൊണ്ടുപോകണം. അങ്ങനെ പലവിധ കാര്യങ്ങളാ. എങ്കിൽ പിന്നെ തോമാച്ചാൻ വരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ മാമയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ഞാനൊന്ന് റെഡി ആയിട്ട് വന്നാലോ? ഓക്കെ, റെഡി ആയിട്ട് വാ. പെട്ടെന്നാവട്ടെ, സമയം പോയി. അത് നടക്കത്തില്ല. എന്റെ ലിസി അത് നടക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, അന്നമ്മ വല്ലതും പറയും. നമുക്ക് പിന്നെ ഞാൻ അന്നമ്മ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല കാര്യം. എങ്കിൽ ശരി, അച്ചായൻ പോയി പ്രാർത്ഥിച്ചോ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പ്രത്യേകിച്ച് ഒന്നുമില്ല, മൊത്തത്തിൽ അങ്ങ് ഇത്രയും പ്രതിസന്ധിയോ? എപ്പോ ഉപവാസത്തിൽ ഇരുന്നാലുള്ള കുഴപ്പമാണ്. കാരണം പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം നേടുമ്പോഴത്തേക്ക് ഒന്നിന്റെ പുറകെ ഒന്നാണ്ട് വരും. ഞാനൊന്നും പറഞ്ഞില്ല. കർത്താവിന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം വിട്ട് എങ്ങും പോകരുത്. ഹല്ലേലൂയ. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി നാഥന്റെ അരികിൽ വരും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ രാവിലെ എവിടെ പോയിരിക്കും? എന്റെ ദൈവമേ, സമ്മതിക്കത്തില്ല. ഈ ജനങ്ങളൊന്നും സമ്മതിക്കത്തില്ല. രാവിലെ മക്കളെ എത്ര ചെയ്യാനാ? പ്രാർത്ഥിച്ചോടെ അനുഗ്രഹം കൊണ്ട് കേടുമ്പോഴത്തേന് എവിടെന്നെങ്കിലും ആരെങ്കിലും വന്ന് കേറും. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത്. എന്നോട് നമ്മുടെ അവറാച്ചാൻ പറഞ്ഞായിരുന്നല്ലോ, അവറാച്ചാന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. തോമാച്ചാനോട് വിളിച്ചോണ്ട് പോകണം. തോമാച്ചാനോട് പിക്ക് ചെയ്തോണ്ട് ജഗമോന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ ഒന്നാമത് ലേറ്റ് ആയി. ഇന്നിപ്പോ 2 മണിക്കൂടെ കഴിയുമ്പോൾ കേക്ക് മുറിക്കും പറയാം. ഞാൻ ഉപവാസത്തിൽ ഇരിക്കുവാണ്. അതും പിന്നെ ഈ അതൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഉപവാസം ഒന്നും കാര്യമില്ല. ആരും അറിയത്തില്ല. എന്റെ കൂടെ പോരെ, റെഡിയായി പെട്ടെന്ന് പോരെ. അല്ല സരിയേ, ഒരു കാര്യം ചെയ്താലോ? നമുക്ക് വൈകുന്നേരം ഇവരിവിടെ വന്നിട്ട് ഒരുമിച്ച് പോകുന്നതിന്റെ ഭംഗി അതൊന്നും ഇല്ല ചായ. അല്ല കേട്ടറിങ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേട്ടറിങ് തുടങ്ങിയ അച്ചാനില്ല. പിന്നെ മക്കളെ എന്റെ സാരി ഒന്നും പറയണ്ട. ഈ ദേശത്തൊന്നുണ്ടല്ലോ ഈ പീസ ഈ നാമ്പറുകളെല്ലാം കാഴ്ച അതിലല്ലേ അച്ചാനെ വിളിക്കാൻ വന്നത്. അന്നമ്മ ഒന്നും വരെ ഉണ്ടാക്കിത്തരാൻ അവർക്ക് സമയം കൊണ്ട് അവളങ്ങ് ചോദിക്കും. കാര്യം അറിയാമോ? എന്നെ പറ്റി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അവള് ഇങ്ങനെ ഓവർടൈം കണ്ടുപിടിച്ചോട്ടെ കണ്ടാർന്നു. അതെ വൈകുന്നേരം കാരണം ഒന്നും കൂട്ടാനും ഇരിക്കാൻ പറ്റത്തില്ല. ഉപവാസം 3 ദിവസം ഉപവാസം ഇരിക്കുക. അച്ഛാ ഈ വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന അവിടുത്തെ സമയം കഴിഞ്ഞു പോകും. പെട്ടെന്ന് പോയാലും അതല്ല നമ്മൾ പുളിയിട്ട് വെച്ച മീൻകറി പെട്ടെന്ന് ഒരുങ്ങി. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഒരുങ്ങിട്ട് വന്നാലോ? പെട്ടെന്ന് പറ്റിയല്ല. എന്നോട് പറഞ്ഞ തോമാച്ചാനോട് വിളിച്ചോണ്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പെട്ടെന്ന് ഒരുക്കോട്ടെ. ഈ പുസ്തകം മതിയോ? കിട്ടോണ്ടാണ് ഈ അമേരിക്ക ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നത്. നാട്ടിലെ ചുമ്മാ ദുബായി പിന്നെ നല്ല ഒന്നാമത്തെ പാൻറ് ഷർട്ടോ കിട്ടോണ്ട് പെട്ടെന്ന് അവരെ പോകുന്നു. ഇത് വല്ലാത്തൊരു തടസ്സം തന്നെ. ദൈവം പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോട്ടോ ഇതിനെ പോയാ പറ്റൂ. എനിക്ക് ബർത്ത്ഡേക്ക് പോയാൽ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, കർത്താവ് ഞാൻ വരുന്നവരെ ഇവിടെ അങ്ങോട്ട് നിന്നാട്ടെ. ഞാൻ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ഈ ചെറിയ ദൃശ്യാവിഷ്കാരത്തിലൂടെ ദൈവവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എബ്രായർ 6 ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാഭാവം വരുത്തുന്നവരും ആകൊണ്ടേ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല.
എന്തെല്ലാം പ്രലോഭനങ്ങൾ അകപ്പെട്ടാലും അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.